ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് റെഡ് ലേഡി പപ്പായ ആട്ടോ. ഇത് നമ്മുടെ പഴം കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ മുമ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ പഴം 2 പഴം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇരിഞ്ഞു പോയതാണ് ഒരു പഴം. അപ്പോൾ നമുക്കിതിൻ്റെ സീഡ് എങ്ങനെയാണ് കളക്ട് ചെയ്ത് നമുക്ക് അടുത്ത ബാച്ച് നമുക്ക് തൈ നടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പപ്പായ നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്നതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിനകത്ത് സീഡ് നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു സ്പൂണും കൊണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ആ സീഡുകളെ എല്ലാം പുറത്തേക്ക് എടുക്കാം. ഒരു സീഡ് പോലും നമുക്കിത് കളയാൻ തോന്നുകയില്ല, കാരണം അത്രയും നല്ലൊരു ഇനത്തിൽപ്പെട്ട പപ്പായ വർഗ്ഗത്തിൽപ്പെട്ടതാണ് ഈ റെഡ് ലേഡി എന്ന് പറഞ്ഞ പപ്പായ കേട്ടോ. നമുക്കിനി ഇതിനെ ചെറിയ തൈകളായിട്ട് എങ്ങനെ ഇതിനെ നട്ട് പുതിയ ഒരു തലമുറേനെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ വിത്ത് കളക്ട് ചെയ്തിട്ട് നമുക്ക് അത് ഒന്ന് കഴുകിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കഴുകിയില്ലെങ്കിൽ ഇതിനകത്ത് നിറച്ച് ഉറുമ്പ് കയറും, മധുരം ഉള്ളതുകൊണ്ട് ആ സീഡ് മൊത്തം കേടായിപ്പോവും. അപ്പോൾ ആ സീഡ് എടുത്ത് നമ്മൾ ഒന്ന് കഴുകിയിട്ട് ചാരത്തിനകത്തിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് സീഡ് ഇതിലേക്ക് ഇട്ടിട്ട് ചാരത്തിനകത്ത് ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മണ്ണ് തയ്യാറാക്കിയിട്ടുണ്ട്. മണ്ണും ജൈവവളവും അതുപോലെ ചകിരിയുടെ ചോറും കൂടെ കൂട്ടിയാണ് മിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചട്ടിക്കകത്തേക്ക് നിറയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉണങ്ങിയിരിക്കുന്ന നമ്മുടെ വിത്തൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ചാരത്തിലൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിത്ത് അത് നമുക്കിതിനകത്തേക്കൊന്ന് പാകി വെക്കാം കേട്ടോ. നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ വിത്താണ്. ഇത് നമുക്ക് ഇതിലേക്കെടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒരു ഒന്നരാടൻ വെള്ളം ഒഴിച്ചതിൻ്റെ പൊക്കത്ത് ഇച്ചിരിച്ച് തളിച്ചു കൊടുക്കണം. കാരണം ഇപ്പോൾ മണ്ണിനൊരു നനവുണ്ട്, അതുകൊണ്ട് ഒരു 1.5 ദിവസം കൂടി ഒഴിച്ചാൽ മതി.